ഹായ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശൻ്റെ മാവൊക്കെ ഇതാ നല്ല പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കറി ഇപ്പോൾ ഇന്നലത്തെ ബീഫ് കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ബാക്കി കറി ചൂടാക്കി വെച്ചിരുന്നു. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒരു പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങ വറുക്കലല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യൽ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും വലിയ ജീരകം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്നിട്ട് വറ്റിച്ചെടുക്കും കേട്ടോ. അപ്പോഴും നല്ലൊരു നമ്മൾ വറുത്ത് കറി വെച്ച് അതേപോലെ ഉണ്ടാവും. അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ ഞാൻ ഇവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ബീഫ് കറി തേങ്ങ അരച്ചത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കറി വെച്ചാൽ നമ്മൾ വറുത്ത കറീൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. പിന്നെ എന്താ നമ്മൾ വറുക്കുമ്പോൾ അതിങ്ങനെ വറുത്ത് ഇങ്ങനെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതാ ചോറൊക്കെ വെന്ത് ഇനിയിപ്പോൾ കാക്ക ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ചോറിന് ഇന്നിപ്പോൾ കൂട്ടാൻ ചെമ്മീൻ റോസ്റ്റും പിന്നെ ഒരു മുട്ട പൊരിച്ചതും ഉണ്ട്, പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മുട്ട പൊരിച്ചത് ഇതെന്താ പകുതിന്ന് ചേരാൻ ഞാൻ മടക്കി വെച്ചതാണ് കേട്ടോ ഇതിൽ. പിന്നെ ദോശ ഇതാ ചൂട് കൊടുക്കുക കാക്ക് ചായ അടിക്കാൻ നിൽക്കണം. അപ്പോൾ ചൂട് കൊടുക്കുക ദോശ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ 2-3 ദോശയൊക്കെ അങ്ങനെ തിന്നോട്ട് ചൂട് കൊടുക്കുക ചൂടുമ്പോൾ. പിന്നെ ചെമ്മീൻ റോസ്റ്റ് കഴിക്കണം. ഇപ്പോൾ ഇത് കൂട്ടാൻ പാത്രത്തിലാക്കി കൊടുക്കാൻ അപ്പോൾ കൂട്ടാൻ പാത്രം കാണാനില്ല കേട്ടോ. അപ്പോൾ ചെന്നമോൾ ഇവിടെ കൊണ്ടുപോയി ഇട്ടിക്കണം. അപ്പോൾ ഞാൻ കറിയാക്കണ പാത്രത്തിൽ ചെമ്മീൻ റോസ്റ്റ് ആക്കി കൊടുത്തിക്കണത്. അപ്പോൾ ഇതൊക്കെ ചായയൊക്കെ കുടിച്ച് പോകാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ.